ഈ പ്രാവശ്യത്തെ പുൽക്കൂട് എവിടെ വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 2 കുപ്പികൾ 2 പേര് രാവിലെ കളിച്ചതാണ് ഇതിപ്പോൾ. അപ്പോൾ ഇതെല്ലാം പുൽക്കൂടിൻ്റെ സാധനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ എടുത്ത് വെച്ചിരുന്നത്. അപ്പം ഇവിടെ വെക്കണോ, ഗേറ്റിൻ്റെ അവിടെ വെക്കണോ എന്നാണ്. ചെരുപ്പെല്ലാം എടുത്ത് മാറ്റണം. പൂച്ച എന്തെടുക്കുക? ഇനി വാ വാ. അപ്പോൾ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം ആദ്യം ഒതുക്കി വെക്കണം. ഏതെങ്കിലും സൈഡിലായിട്ട് ഒതുക്കണം. എന്നിട്ട് വേണം നല്ല വൃത്തിക്ക് പുൽക്കൂട് അങ്ങോട്ടാക്കാൻ. ഇപ്പം കസാര ഒരിടത്ത്, വണ്ടി ഒരിടത്ത്, അങ്ങനെ ഓരോ സാധനങ്ങൾ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. തൂത്തടിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് നമ്മൾ അടുക്കി പിറക്കി സാധനങ്ങൾ ഒരിടത്ത് വെക്കുക എന്നുള്ളത്. പൊട്ടിപ്പോയി. അപ്പോൾ ഏകദേശം ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു. കുറേ സാധനങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി. അപ്പോൾ നമ്മളതെല്ലാം ഒതുക്കിയിട്ട് ഞാൻ ടയർ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പല പണികൾ പെൻഡിങ് ആകുന്നുണ്ട്. ഒരു പണി അങ്ങ് ഇല്ലാഞ്ഞിട്ട് ചെയ്യുമൊന്നുമല്ല, നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്രിസ്മസ് വരുവാണല്ലോ. ക്രിസ്മസ് എല്ലാവർക്കും, മലയാളികൾക്കെന്നല്ല, ലോകത്തെമ്പാടും ആഘോഷിക്കുന്ന ഒരു ഇതാണ്, ആഘോഷിക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. അപ്പം അതിന് ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ക്രിസ്മസ് ആണ് എന്ന് പിള്ളേർക്കും തോന്നണം. പിള്ളേരിത് കണ്ട് എന്തൊക്കെയോ മമ്മി ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് അവർക്ക് മനസ്സിലാകണം. ഇങ്ങനെ കുഞ്ഞു പ്രായത്തിലെ പുൽക്കൂടുണ്ടാക്കുക, സ്റ്റാർ ഇടുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഇതൊക്കെ ഒരു സന്തോഷം. എന്നും ചെയ്യുന്ന കാര്യമല്ല, വല്ലപ്പോഴും ഉണ്ടാകുന്ന കാര്യമായതുകൊണ്ട്, വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതായതുകൊണ്ട് അവർക്കൊരു ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് പുൽക്കൂട്. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിള്ളേർക്ക്, അങ്ങനെയൊക്കെ വരണം, ഒരു സന്തോഷമൊക്കെ വരണം. ഞാനും ഇപ്പോഴും ഓർക്കുമ്പം ഞാൻ കുഞ്ഞുനാളിൽ പൂതിരി കത്തിച്ചതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിള്ളേർക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മ കിട്ടണം. എൻ്റെ കുഞ്ഞിലെ ഇങ്ങനെയായിരുന്നു, പൂത്തിരി കത്തിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓർമ്മ കിട്ടണം. പിന്നെ എൻ്റെ സ്വന്തമായ സന്തോഷം, എൻ്റെ മാത്രം സന്തോഷം, അതുകൂടിയാണ് കേട്ടോ. അതല്ലാതെ ആരും എന്നെ പ്രേരിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ പ്രേരണയാൽ ഞാൻ ഒന്നുമേ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സന്തോഷം കിട്ടത്തില്ല, അവനവനൊരു സന്തോഷം കിട്ടത്തില്ല കേട്ടോ. നമുക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നണം ഇന്നത് ചെയ്യണം എന്നൊക്കെ. വേറൊരാളെ പ്രേരിപ്പിച്ചും നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഇഷ്ടമാണ്. അത് അവനവന് തോന്നുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഓരോ ഇഷ്ടങ്ങളാണിത്. അതിലൊരു പ്രേരണയൊക്കെ ഉണ്ടാകുന്നത് അത് മറ്റുള്ളവരുടെ മനസ്സും കൂടെ, ഇപ്പം ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. ചെയ്യിപ്പിച്ചാൽ ഇഷ്ടമുള്ളവരുടെ മനസ്സും കൂടെ ഡൗൺ ആയി പോകും. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിതൊക്കെ ചെയ്യും. ഇനിയായാലും ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാൽ ഇനിയായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും കേട്ടോ. വീഴും പുറകോട്ട് വീഴും. പൊക്കം എന്തായാലും ഇച്ചിരി കൂട്ടണം. ഇപ്പം ജസ്റ്റ് പലകൾ വെച്ച് നോക്കുവാണ്. ഇപ്പം ഞാൻ ഓടിപ്പോകുന്നത് ഒരു പലക എടുക്കാനാണ്. നല്ല കനമാണ് കേട്ടോ. ഉദ്ദേശിക്കുന്നതിലോട്ടല്ല, ഇതിന് നല്ല ഭാരമുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ ആയാലെങ്ങനെയാ അല്ലേ? ഒരു ദിവസമെങ്കിലും ഒന്ന് വ്യത്യസ്തത വേണ്ടേ? ഇത് ഇപ്പോൾ വാവയാണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതും ഇതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ നിൽക്കുകയാണ്. ഞാനിപ്പം ചെടി വെക്കുന്ന സമയത്താണേലും ചെടി വെക്കുകയും പുള്ളിക്കാരൻ തന്നെ ഓരോ ചെടികൾ എടുത്തുകൊണ്ട് വരികയും ചെടിച്ചട്ടി ഒരിടത്തുനിന്ന് എടുത്ത് അപ്പുറത്തോട്ട് വെക്കുകയും ഒക്കെ ചെയ്യും. ഡാൻസ് കളിച്ചേ, ചിരിച്ചേ. നീ എൻ്റെ മണ്ടയ്ക്ക് ഇങ്ങോട്ട് നോക്കി ചിരിക്കേ, ഇങ്ങോട്ട് നോക്കി ചിരിച്ച് കാണിച്ചേ.
ചിരിച്ചേ കുട്ടാ, കുട്ടാ ചിരിച്ചേ. ദേ ഇങ്ങനെ ചിരിച്ചേ. ആ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീട് ചുമ്മാ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയതാണിത്. ഇതാ കണ്ടോ, ഈ ഒരു വീടും അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഡാൻസ് കളിച്ചേ. ഡാൻസ് പാട്ട് പാടി ഡാൻസ് കളിച്ചേ. ഇങ്ങനെയാണോ അല്ലക്കില്ലിക്കില്ലാന്ന്. വേസ്റ്റ് ബോർഡുണ്ട്, ഇതും കൊണ്ടും 1-2 വീട് ചെറുതുണ്ടാക്കാമെന്ന് എഴുതി. ഇത് അതുപോലത്തെ ചെറിയ വീടുണ്ടാക്കാമെന്ന് എഴുതി. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെയാണേ. ചെറിയ വീട് ഉണ്ടാക്കാം. ഇരിക്കാൻ എല്ലാം ഒറ്റ അടിക്കൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, പലപ്പോഴായിട്ടാണ്. ഇപ്പം വാവ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം മൂളി ഞാൻ വെച്ച് അതിൻ്റെ പൊക്കം ഒന്ന് നോക്കാമെന്ന് കരുതി കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഓർക്കും എല്ലാം പെട്ടെന്നാണ്. ഇത് ഞാൻ ഏത് സ്ഥലത്ത് വെക്കണമെന്ന് തന്നെ കുറേ നേരം ചിന്തിച്ചും കുറേ ദിവസമായിട്ടും ചിന്തിക്കും ഏത് വശത്ത് വെക്കണമെന്ന്. അത് കഴിഞ്ഞാണ് പിന്നെ ഇത് എങ്ങനെ എന്തിൻ്റെ മുകളിൽ വെക്കണം, ഓരോ പലകളെടുത്ത് വെക്കും, അല്ലെങ്കിൽ ഓരോ സാധനങ്ങളെടുത്ത് വെച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് കുറേ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഇങ്ങനെ ഈ ടയറിൻ്റെ മുകളിൽ തന്നെ വെക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നുമല്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇങ്ങനെ പുൽക്കൂട് വെക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് പൊക്കി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് എനിക്കിഷ്ടം. പിന്നെ ഒരു പ്രാവശ്യം കണ്ട് ഞാൻ നിലത്തുണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് പൊക്കിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതപ്പം കാണാനൊരു പ്രത്യേക രസമുള്ളത് കൂട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇനിയിപ്പം നോക്കാം ഇതെങ്ങനെ ആയിരിക്കുമെന്ന്. ഇപ്പം ടയറിൻ്റെ മുകളിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പം വണ്ടിയുടെ ടയർ കുറേ ആയിട്ട് കുറേ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇത് കൊടുക്കരുത്, എങ്ങും കൊടുക്കരുത്, ആർക്ക് കൊടുക്കല്ലെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെടി നടുകയോ ഒക്കെ ചെയ്യാമെന്ന് കരുതി വെച്ചിരുന്ന ടയറുകളാണ്. വിചാരിക്കുന്നതിൻ്റെ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. നല്ല കനമുണ്ട് ഇതിനൊക്കെ. അപ്പം എന്തായാലും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നതാണ് കേട്ടോ, ഒറ്റ സ്ഥലത്തൊന്നും ഇരുന്നതല്ല. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പുറകെ നടന്ന് വീഡിയോ ഒന്നും എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു എവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ മൂളി വെച്ച് നോക്കുക. പിന്നെ ഒരു ലെയറൂടെ മുകളിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടയറില്ല. അപ്പോൾ 2 എണ്ണം കൊണ്ട് എക്സ്ട്രാ ഇരിപ്പുണ്ട്, അങ്ങനെയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടത് പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് 2 ലെയർ ടയറിട്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഞാനിങ്ങനെ വെച്ച് നോക്കുകയാണ്. കുറേ പലകകളുണ്ട്. അതൊക്കെ എവിടെയാണെന്ന് എനിക്ക് തപ്പി പിടിക്കാൻ വയ്യ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോന്നോരോന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പെറുക്കിക്കൊണ്ട് വരും. അപ്പം വാവ ഉറങ്ങുന്ന സമയത്താണ് ഈ പരിപാടികളൊക്കെ. അപ്പം ദൂരെ നിന്നൊന്ന് നോക്കുവാണ് ഇത് കറക്റ്റ് പൊസിഷനിലാണോ, നമ്മളിങ്ങനെ കയറി വരുമ്പം തന്നെ കാണാവുന്ന രീതിയിൽ വെക്കാനാണ്. അപ്പം ഈ 2 ലെയറാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും പൊക്കമാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ പൊക്കം ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു, പക്ഷേ ടയറില്ല. വേറെ പലകളൊക്കെ നോക്കി കിട്ടിയില്ല. അപ്പം ഞാൻ അകത്ത് കിടന്നൊരു സ്റ്റൂളൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പലക ഇട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ നോട്ടം മൊത്തം ഇത് ലെവലാണോ, പുറത്തുനിന്ന് ഗേറ്റിൻ്റെ അവിടുന്ന് കയറി വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് കാണുമോ, ഇങ്ങനെ കാണും. എന്നിട്ട് ദൂരെ പോയി ഞാൻ നിൽക്കും, പിന്നെയും വരും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും, പിന്നെയും പോയി ദൂരെ പോയി നിൽക്കും, പിന്നെയും വരും, പിന്നെ കുറച്ച് എങ്ങോട്ടേലും നീങ്ങാണ്ട് അങ്ങോട്ട് നീക്കും, പിന്നെയും ദൂരെ ചെന്ന് നിൽക്കും. അത് ശരിയല്ല, വേറെ രീതിയിലാക്കാമെന്ന് പറഞ്ഞ് നോക്കുവേ. ഇതിവിടെ വെക്കണോ അവിടെ വെക്കണോ ഉണ്ണിയേശോ, എവിടെ വെക്കണോ എന്നൊരു കൺഫ്യൂഷൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം കാണുന്നതായിട്ട് വെക്കണോ പുൽക്കൂട്, അതോ ഇങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുന്ന രീതിയിൽ കാണുന്ന രീതിയിൽ വെക്കണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി ഇങ്ങനെയാണ് കുറേ ഞാനിങ്ങനെ അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് നോക്കും. അപ്പം പൊക്കം ഇത്രേ ആക്കുന്നുള്ളൂ, വേറെ ടയറില്ല, വേറെ തടികളൊന്നും ഇല്ല ഇപ്പം പൊക്കം കൂട്ടാൻ. അപ്പം പൊക്കം ഇത്രയേ ഉള്ളൂ. പുൽക്കൂട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇവിടാണ്. ഇതാ അവിടെ
അവിടെ ഇങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ കാണുന്നത് പുൽക്കൂടിൻ്റെ കൂട്ടത്തിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു 2 നില വീടായിരുന്നു കേട്ടോ. അത് ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും അത് ഈ പരുവമായി. വെളിയിലിരുന്ന് എലിയാന്ന് തോന്നുന്നു ഈ പരുവാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ അഴുക്കായി പോയത് കേട്ടോ. എല്ലാ വർഷവും ഇത് പുൽക്കൂടിൻ്റെ അടുത്ത് തന്നെ ഇത് വെക്കുന്നതായിരുന്നു ഈ ഒരു വീട്. അയ്യോ, ഭയങ്കര സങ്കടമായിപ്പോയി എനിക്ക്. അപ്പം ഞാനാണെങ്കിൽ തേന മുളപ്പിക്കാനായിട്ട് വെള്ളത്തിലിട്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് ഈ വർഷം മേടിച്ചല്ല, കഴിഞ്ഞ വർഷത്തെയാണേ. അപ്പം 24 മണിക്കൂറായി. 12 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഊറ്റിക്കളഞ്ഞ് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം വെച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ പാകിയപ്പോൾ അധികം കുറേ തന്നെ വന്നായിരുന്നു. അത് ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇട്ട് നോക്കാമെന്ന് കരുതി കുറേ കിളികൾക്ക് കൊടുത്തു. പിന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കിളിക്ക് കൊടുക്കാൻ. അപ്പം പിന്നെ അത് കഴിക്കുന്നില്ല, കിളികളൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പം പിന്നെ ഞാൻ കുപ്പിക്കകത്തെടുത്ത് വെച്ചു. തന്നെയാണിത്. എന്തായാലും ഇതൊന്ന് കുതിർത്ത് വെച്ച് നോക്കട്ടെ. മുള വരുവാണെങ്കിൽ പാകാം. ഇനിയും ഒന്ന് ഒരു തുണിയിൽ കെട്ടി വെച്ച് നാളത്തേക്കിന് മുളയ്ക്കുമോയെന്നറിയാം. അപ്പോൾ ഈ തെന മുളയ്ക്കോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ചേട്ടനെ കൊണ്ട് എന്തായാലും ഒരു 1/2 കിലോ തെന വേറെ മേടിപ്പിച്ചതാണ്. 1/2 കിലോ തെന. 40 രൂപയായി കേട്ടോ 1/2 കിലോയ്ക്ക്. ഇതുകൂടെ വെള്ളത്തിലിടാം. അപ്പം ആ പാത്രത്തിലോട്ട് തന്നെ അടുത്ത തെനയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെക്കാം. ഓക്കെ. അപ്പം ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ച തന്നെയും കൂടെ പൊതിഞ്ഞ് വെക്കാൻ പോവാണ്, കെട്ടി വെക്കാൻ പോവാണ്. ഇത് ഡേറ്റ് ഇന്ന് 17ആയി. നാളെയെങ്കിലും പാകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഒത്തിരി ലേറ്റായിപ്പോയി. 15-ാം തീയതി തന്നെ കുതിർക്കാനിട്ടിട്ട് 16-ാം തീയതി പിന്നെ കെട്ടി വെക്കണം. 17-ാം തീയതി, അതായത് ഇന്ന് പാകണമായിരുന്നു. ഞാൻ ഇന്ന് പാകിയില്ല. ഇപ്പം കെട്ടി വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കെട്ടി വെച്ചിട്ട് ഞാൻ ഈ പാത്രത്തിൽ, ഇത് തന്നെ ഇരുന്ന പാത്രമാണ്, ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പോകും. വെള്ളമുണ്ട് ഇതിനകത്ത് തന്നെ വീണോളും. അപ്പം ഇതിനകത്ത് തന്നെ വെക്കാൻ പോവാണ്. നോക്കാം, നാളെ നോക്കാം. നാളെ എന്തായാലും പാകണം. നാളെ 18 ആകുവാണ് ഡേറ്റ്.